2000 വർഷം മുതലുള്ള 8 വർഷക്കാലം 47,000 കോടി രൂപയോളം ലാഭമുണ്ടാക്കിയ ഒരു കമ്പനി പെട്ടെന്ന് നഷ്ടത്തിലേക്ക് പോവുകയും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടെലികോം കസ്റ്റമേഴ്സിനെ രക്ഷിക്കാൻ അവർ തിരിച്ചുവരുന്ന കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇതിന്റെ കാരണം? ആരാണ് ഉത്തരവാദികൾ? ജിയോ, എയർടെൽ തുടങ്ങിയ ടെലികോം കമ്പനികൾക്കെതിരെയെല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഒരുപാട് ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഐ സപ്പോർട്ട് BSNL, പോർട്ട് ടു BSNL തുടങ്ങിയ ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്. പലരും അവരുടെ മൊബൈൽ നമ്പറുകൾ BSNLിലേക്ക് പോർട്ട് ചെയ്തു തുടങ്ങി. ജൂലൈ മാസത്തെ റിപ്പോർട്ട് പ്രകാരം BSNLന്റെ സിം വിൽപ്പനയിൽ 3 മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ജിയോ, എയർടെൽ, വോഡാഫോൺ തുടങ്ങിയ കമ്പനികൾ അവരുടെ റീചാർജ് പ്ലാനിൽ 20% മുതൽ 25% വരെ വർധനവ് ഉണ്ടാക്കിയതാണ്. ഇത് BSNLന് വീണ്ടും പുതുജീവൻ നൽകിയെന്ന് വേണമെങ്കിൽ പറയാം. ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകുമോ? BSNL എങ്ങനെയാണ് പെട്ടെന്ന് നഷ്ടത്തിലേക്ക് വീണത്? അതിനു പിന്നിൽ ആരൊക്കെയാണ്? എന്തൊക്കെ അഴിമതികളാണ് നടന്നത്? തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഫുൾ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. BSNLന്റെ പൂർണ്ണരൂപം ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ്. 2000-ലാണ് BSNL ആരംഭിച്ചത്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും കണക്ടിവിറ്റി നൽകുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. അതിലൂടെ സാധാരണക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കും. അക്കാലത്ത് BSNLോട് മത്സരിക്കാൻ പ്രൈവറ്റ് കമ്പനികൾ കുറവായിരുന്നു. മിക്ക കമ്പനികളും പട്ടണങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത്. കാരണം പ്രൈവറ്റ് കമ്പനികൾക്ക് ലാഭം വേണം. പക്ഷെ സർക്കാർ കമ്പനിയായ BSNLന് പൊതുജനങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള ഗ്രാമങ്ങളിലും മലനിരകളിലും വിദൂര പ്രദേശങ്ങളിലുമെല്ലാം BSNL അവരുടെ കണക്ഷൻ സ്ഥാപിച്ചു. അവർ ലാഭം നോക്കാതെ മറ്റ് കമ്പനികളെക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ വാഗ്ദാനം ചെയ്തു. ആദ്യ വർഷം അവർ വൻ ലാഭമുണ്ടാക്കി. 2001 മുതൽ 2008 വരെയുള്ള 8 വർഷങ്ങളിൽ ഒരിക്കൽ പോലും BSNL നഷ്ടത്തിലായില്ല. 8 വർഷം കൊണ്ട് 47,000 കോടി രൂപയോളമാണ് BSNL ലാഭമുണ്ടാക്കിയത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സുവർണ കാലം കൂടിയായിരുന്നു അത്. 2004-2005 ഒരു വർഷം കൊണ്ട് BSNL 10,000 കോടി രൂപ ലാഭം നേടിക്കൊടുത്തു. പിന്നെ എങ്ങനെയാണ് BSNLന്റെ തകർച്ച ആരംഭിച്ചത്? അതിന് പ്രധാനമായും 4 കാരണങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം. 2007 അന്നത്തെ ടെലികോം മന്ത്രിയായിരുന്ന ദയാനിധിമാരനെ CBI ചോദ്യം ചെയ്യുന്നതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. പിന്നീട് മുതിർന്ന ചില BSNL ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ 764 ടെലിഫോൺ ലൈനുകളുള്ള ഒരു സ്വകാര്യ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിച്ചതായി മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു. സൺ TV ഡേറ്റ അനധികൃതമായി അപ്ലിങ്ക് ചെയ്യുന്നതിനായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സൺ നെറ്റ്വർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മീഡിയ ചാനൽ ആയിരുന്നു. ഇത് സർക്കാരിന് 1.78 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നായിരുന്നു ദയാനിധിമാരനെതിരെയുള്ള ആരോപണം. സ്വകാര്യ മാധ്യമങ്ങൾ സർക്കാർ പണം കൊണ്ടും BSNL പണം കൊണ്ടും മുന്നോട്ടു പോകുന്ന കാഴ്ച. ഈ ക്രമക്കേട് പുറത്തുവന്നതോടുകൂടി ദയാനിധിമാരൻ രാജിവെച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ കടന്നുവന്നു, രാജ. അദ്ദേഹം അടുത്ത ടെലികോം മന്ത്രിയായി. ആ സമയത്ത് BSNL വൈമാക്സ് ടെക്നോളജി അവതരിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ഇത് പ്രകാരം സ്പെക്ട്രം വിതരണം ചെയ്യുകയും അത് രാജ്യത്തുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോവുകയും വയർലെസ് കൈമാറ്റം നടത്തുകയും ചെയ്യും. അങ്ങനെ കസ്റ്റമേഴ്സിന് മികച്ച ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭിക്കുമെന്നായിരുന്നു ഓഫർ. എന്നാൽ 2G സ്പെക്ട്രം സംബന്ധിച്ച അദ്ദേഹത്തിന്റെ നടപടി 2G അഴിമതിയിൽ കലാശിച്ചു. 535 കോടി രൂപയുടെ അഴിമതി. ഈ തട്ടിപ്പിന് ശേഷം BSNLന്റെ മോശം ദിനങ്ങൾ ആരംഭിച്ചു. ഓരോ വർഷവും നഷ്ടം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നീട് സുപ്രീം കോടതി രാജയെ ഈ കേസിൽ കുറ്റവിമുക്തനാക്കി. ഈ 2 തട്ടിപ്പുകളും ആൾക്കാരുടെ ശ്രദ്ധ BSNLിലേക്ക് തിരിച്ചു. സംഭവം CBI അന്വേഷിച്ചപ്പോൾ BSNLിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ടാണ് കണ്ടെത്തിയത്. വലിയ ടെൻഡറുകളിൽ മാത്രമല്ല, ചെറിയ ടെൻഡറുകളിൽ പോലും ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തി. പല കമ്പനികളും പേരോ അഡ്രസ്സോ പോലുമില്ലാതെ ടെൻഡറുകൾ പൂരിപ്പിക്കുന്നതായും കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സമയത്ത് എയർടെല്ലും വോഡാഫോണും പോലെയുള്ള കമ്പനികൾ വികസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. 93 മില്യൺ GSM ലൈനുകൾ സ്ഥാപിക്കാൻ BSNL പദ്ധതിയിട്ടിരുന്നു. അതൊരു വലിയ പദ്ധതിയായിരുന്നു. അന്നതിന്റെ മൂല്യം $10 ബില്യൺ ആയിരുന്നു. ഇന്നത്തെ വിലയിൽ നോക്കിയാൽ 800 കോടി രൂപയോളം വരും. ആ പദ്ധതി പൂർത്തിയായിരുന്നെങ്കിൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായി മാറുമായിരുന്നു. എന്നാൽ അതിലും പ്രശ്നങ്ങൾ നേരിട്ടു. BSNLന്റെ പേരിൽ ടെൻഡർ നൽകിയാൽ അതിൽ തെറ്റുകളുണ്ട് എന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇതേ തുടർന്ന് ഈ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ പ്രൈവറ്റ് കമ്പനികൾ പുതിയ ടവറുകൾ നിർമ്മിക്കുകയും BSNLന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി മുന്നേറുകയും ചെയ്തു. BSNLന്റെ വളർച്ച പൂർണ്ണമായും നിലച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് റൂഡായിട്ടുള്ള സ്റ്റാഫുകളും അവരുടെ മോശം പ്രവർത്തനങ്ങളുമാണ്. BSNL ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ അവിടെയുള്ള ജീവനക്കാർക്കിടയിൽ ഒരു സ്വകാര്യ അഹങ്കാരം ഉണ്ടായിരുന്നു. അവർ മാർക്കറ്റ് ലീഡർ ആണല്ലോ.
ആർക്കെങ്കിലും ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ വേണമെങ്കിൽ എയർടെല്ലിൽ കോൾ ചെയ്താൽ അവർ 1-2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വന്ന് കണക്ഷൻ തരും. എന്നാൽ BSNL കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം അവിടെ പോയി അപേക്ഷ എഴുതി കൊടുക്കണം. അവർ ഒരാഴ്ച സമയമെടുക്കുമെന്ന് പറഞ്ഞ് തിരികെ അയക്കും. ഒരാഴ്ചയ്ക്ക് ശേഷവും കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും പോയി പരാതിപ്പെടണം. അങ്ങനെ കുറെ കയറിയിറങ്ങേണ്ടി വരുമായിരുന്നു. പിന്നീട് പലരും അപേക്ഷകൾ ക്യാൻസൽ ചെയ്ത് പ്രൈവറ്റ് കമ്പനികളിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ആൾക്കാർക്ക് മുന്നിൽ മറ്റു ഓപ്ഷൻസ് ഉള്ളപ്പോൾ അവർ തീർച്ചയായിട്ടും അതിലേക്ക് പോകും. BSNLന്റെ തകർച്ചയുടെ മൂന്നാമത്തെ കാരണം ജിയോയുടെ കടന്നുവരവാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അവർ 4G സൗകര്യങ്ങൾ നൽകി. ലോഞ്ചിങ്ങിന്റെ സമയത്ത് സൗജന്യ 4G ഡേറ്റയും നൽകി. എന്നാൽ BSNLന്റെ പകുതിയും അപ്പോഴും 2Gയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു ഭാഗങ്ങളിൽ മാത്രമാണ് 3G കിട്ടിയിരുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ 4G കണക്ഷൻ കിട്ടുമ്പോൾ ആരാണ് 3Gയിലേക്ക് പോകുന്നത്? ജിയോയുടെ വരവോടെ ഈ സമയത്ത് നിലവിലുണ്ടായിരുന്ന ടാറ്റ ഡോകോമോയും എയർസെല്ലും എല്ലാം മതിയാക്കി പോവുകയും ചെയ്തു. വോഡഫോൺ ഓഹരികൾ ഇടിഞ്ഞു. ഐഡിയയുടെ ഓഹരികൾ ഇടിഞ്ഞതോടുകൂടി പിന്നീട് വോഡഫോണും ഐഡിയയും ഒന്നായി ലയിച്ചു. അങ്ങനെ ജിയോയുടെ വരവോടെ ധാരാളം കമ്പനികൾ തകർന്നു. ഒരു കാലത്ത് BSNLൽ 1,70,000-ഓളം ജീവനക്കാർ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയ ശമ്പളമാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ BSNLന് വലിയ വരുമാനം ഉണ്ടായിരുന്നില്ല. ഇതും BSNLന്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി മാറി. നാലാമത്തെ കാരണം നോക്കാം. പല കമ്പനികളും പൂട്ടിയപ്പോഴും സ്വകാര്യ കമ്പനികളായ ജിയോയും എയർടെല്ലും വോഡഫോണും മാത്രമാണ് ബാക്കിയായത്. ജിയോയ്ക്ക് 40% ഷെയറും എയർടെല്ലിന് 32% ഷെയറും വോഡഫോണിന് 10 മുതൽ 15% ഷെയറുമാണുള്ളത്. ഈ 3 കമ്പനികളും ചേർന്ന് മാർക്കറ്റിന്റെ 90% കൈവശം വെച്ചിട്ടുണ്ട്. ചാർജുകൾ തീരുമാനിക്കുന്നതും ഇവർ 3 പേരും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ അവർക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മറ്റ് ഓപ്ഷൻസ് ഇല്ലാതെയായി. ഈ അവസരത്തിൽ BSNL പൊതുജനങ്ങൾക്ക് 4G വാഗ്ദാനം ചെയ്തു. BSNL പഴയ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ സർവീസുകൾ മോശമാണ് എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഡോകോമോയും എയർസെല്ലും പോലെയുള്ള കമ്പനികൾ അവസാനിപ്പിച്ചു പോയപ്പോൾ BSNL മാത്രം പിടിച്ചു നിന്നത്? പട്ടണങ്ങളിൽ നിന്ന് ധാരാളം പണം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് കമ്പനികളെല്ലാം പട്ടണങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന നൽകിയത്. പല ഗ്രാമപ്രദേശങ്ങളിലും അവർക്ക് നെറ്റ്വർക്ക് കുറവായിരിക്കും. എന്നാൽ BSNLന് ഗ്രാമപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലുമെല്ലാം നെറ്റ്വർക്ക് ഉണ്ട്. ജിയോയും എയർടെല്ലും പോകാൻ ചിന്തിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം BSNL അവരുടെ കണക്ഷനുകൾ സ്ഥാപിച്ചു. മാത്രമല്ല സർക്കാർ കമ്പനി ആയതുകൊണ്ട് തന്നെ മോദി സർക്കാർ നല്ല ഫണ്ട് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. BSNLലെ ജീവനക്കാരുടെ ശമ്പളം സർക്കാർ നൽകും. അവരുടെ ടവറിന്റെ ചെലവുകളും വഹിക്കുകയും ചെയ്യും. അങ്ങനെ BSNLന്റെ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. BSNL തിരിച്ചു വരുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും BSNL തിരിച്ചു വരും. കഴിഞ്ഞ 5-6 വർഷത്തിനിടെ 3 ലക്ഷം കോടി രൂപയിലധികം ഫണ്ടാണ് മോദി അനുവദിച്ചത്. ആരൊക്കെ എന്തൊക്കെ കുറ്റം ചെയ്താലും BSNL അടച്ചുപൂട്ടിയാൽ പൊതുജനങ്ങൾ അത് പൊറുക്കില്ല എന്ന് സർക്കാരിന് അറിയാം. അതുകൊണ്ട് തന്നെ BSNLന് സർക്കാർ നല്ല പിന്തുണയാണ് നൽകുന്നത്. BSNL നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യവുമാണ്. എയർടെല്ലും ജിയോയും ഒക്കെ 5G ലോഞ്ച് ചെയ്ത സാഹചര്യത്തിൽ BSNLും 4Gയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി രത്തൻ ടാറ്റയുടെ കമ്പനിയായ TCSന് 15,000 കോടി രൂപയുടെ കരാറാണ് നൽകിയത്. ഭാരത സർക്കാരിന്റെ ആത്മ നിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 4G ആണ് BSNL 4G. മികച്ച കവറേജ് നൽകുന്ന 700 MHz സ്പെക്ട്രം കൂടാതെ 2200 MHz, 2500 MHz ഫ്രീക്വൻസികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് വിവിധ മോഡൽ 4G ഹാൻഡ്സെറ്റുകൾ ഉപയോഗിക്കാനും കഴിയും. അതോടൊപ്പം മികച്ച ഡൗൺലോഡ് സ്പീഡും വ്യക്തതയുള്ള ശബ്ദവും കിട്ടും. 4Gയുടെ വരവോടെ BSNLന്റെ സുവർണകാലം വീണ്ടും തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണെന്നും BSNLിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നും കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. ജയ് ഹിന്ദ്.